അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട ശശികല അല്പസമയത്തിനുള്ളിൽ ബംഗളൂരു കോടതിയിൽ കീഴടങ്ങുമെന്നാണ് സൂചന. രാവിലെ 10:30 അതായത് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശശികല ബംഗളൂരുവിലേക്ക് തിരിക്കും. പരപ്പന അഗ്രഹാര ജയിലിലേക്കായിരിക്കും ശശികല പോവുക. അതിനിടയിൽ ജയലളിത പുറത്താക്കിയ ശശികലയുടെ ബന്ധുക്കളെ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ടാണ് ശശികലയുടെ അവസാനവട്ട നീക്കം. റോഡ് മാർഗമാകും ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ശശികല പോവുക എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, റോഡ് മാർഗം തന്നെയാകുമോ ശശികല ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുക? അങ്ങനെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരു കൃത്യത പക്ഷേ ബംഗളൂരുവിലെ മറ്റും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടില്ല. നിലവിലെ സാധ്യതകൾ കൂടുതലും റോഡ് മുഖാന്തരം തന്നെ ഈ പോലീസ് ഗാർഡിൽ നിന്ന് ഈ ബംഗളൂരുവിലെ പ്രത്യേക സിവിൽ കോർട്ടിലേക്ക് എത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇവിടെ 22-ാം നമ്പർ മുറിയിൽ ജസ്റ്റിസ് അശ്വിൻ നാരായണന്റെ മുമ്പിലാണ് ശശികലയെ ഹാജരാക്കേണ്ടത്. ഇതിനുശേഷം പാരപ്പന അഗ്രഹാര ജയിലിലേക്ക് തന്നെയാകും ശശികലയെ കൊണ്ടുപോവുകയും ചെയ്യുക. ഇന്ന് അതേസമയം ശശികലയുടെ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും സുപ്രീം കോടതി ഒരുപക്ഷെ പരിഗണിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും പരിഗണിക്കുക. സ്വാഭാവികമായും ഈ ഹർജിയിൽ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ചില വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ഇതിനാൽ സമയം നീട്ടി നൽകണം എന്നും മറ്റുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഹർജിയിൽ സുപ്രീം കോടതി ഒരു വിമർശനം ഉന്നയിക്കുമോ എന്നും അഭിഭാഷകർ ഭയക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും സുപ്രീം കോടതി വിധിച്ച ഒരു വിധിയിൽ നേരത്തെ തന്നെ ഈ വിധിന്യായം കിട്ടി ഉടനടി തന്നെ കോടതിയിൽ കീഴടങ്ങാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതി സമയം നീട്ടി നൽകാറുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിഭാഷകർ കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് അറിയേണ്ടതാണ്. അല്പസമയങ്ങൾക്കകം ഈ ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് ലഭിച്ച സൂചനകൾ. അതേസമയം റിവ്യൂ ഹർജിയും ശശികല സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ റിവ്യൂ ഹർജിയിൽ നിയമസാധ്യതകളൊക്കെ വളരെ വിരളമെന്നാണ് നിലവിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയിൽ തന്നെ വിചാരണ കോടതി വിധി പൂർണ്ണമായി ശരിവെക്കുകയായിരുന്നു. അതിനാൽ ഒരു പുനഃപരിശോധനയ്ക്ക് സുപ്രീം കോടതി സാധ്യതകൾ വളരെ കുറവ് എന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ പോലീസ് ഗാർഡിൽ നിന്ന് ശശികല ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടേക്കും എന്ന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. നേരത്തെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ ബംഗളൂരുവെ പ്രത്യേക കോടതിയിൽ എത്തിയിരുന്നു. ഇതിനുശേഷം വിധിപ്പകർപ്പും മറ്റും വിശദമായി പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. നിയമ വിദഗ്ധർ കൂടി ശശികലയ്ക്കൊപ്പം ഈ ബംഗളൂരുവിലേക്ക് തിരിക്കുന്ന വേളയിൽ ഒപ്പമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റു പ്രമുഖ നേതാക്കളും ശശികലയെ അനുഗമിക്കാനും സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടുത്തിരുന്ന അടുത്ത അനുയായി എടപ്പാൾ കെ പളനിസ്വാമി സർക്കാർ രൂപീകരണത്തിന് ഗവർണറോട് നിവേദനം നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പനീർസെൽവവും തൊട്ടു പിന്നാലെ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം തേടുകയും ചെയ്തിരുന്നു. ഇന്ന് ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് വളരെ നിർണായകമാവുക. അറ്റോർണി ജനറൽ ഇന്ന് ഉച്ചവരെ സമയമുണ്ട് എന്നൊരു നിയമ ഉപദേശമാണ് ഗവർണർക്ക് നൽകുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗവർണർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്. അജിംഷ, തീർച്ചയായും റോഡ് മാർഗമാകും ബംഗളൂരുവിലേക്ക് ശശികല പോവുകയെങ്കിൽ ഒരുപക്ഷെ മനു, ശശികലയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഇത്തരത്തിൽ മനസ്സിലാകുന്നതാണ്. അതായത് ഭർത്താവ് നടരാജനെ പോലും ജയലളിത പുറത്താക്കിയതാണ്. ജയലളിതയുടെ മരണശേഷം ഉടൻ തന്നെ അയാൾ പോയസ് ഗാർഡനിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ ഇതാ TTV ദിനകരനെയും തിരികെ കൊണ്ടുവന്നിരിക്കുന്നു, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഈ രീതിയിലേക്ക് അവസാനവട്ട നീക്കങ്ങൾ ഒരുപക്ഷെ എടപ്പാടി പഴനിസ്വാമിയുടെ മുഖ്യമന്ത്രിയായുള്ള പ്രവേശനത്തെ സാധ്യമാക്കി തൻ്റെ ഭരണം ഇൻഡയറക്റ്റായി നടത്തുക എന്ന് തന്നെയാകും ശശികല അവസാനവട്ടവും ഉറപ്പിക്കുക. അതിൻ്റെ ഒരു രാഷ്ട്രീയ കളിയായിരിക്കും ഒരുപക്ഷെ റോഡ് മാർഗം കൂടി പോവുക. ഇതിനെയൊക്കെ ഈ തരത്തിൽ നിരീക്ഷിച്ചുകൂടെ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ബംഗളൂരു പോലീസുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് അവർക്ക് മുന്നിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വിമാനമാർഗമാണോ അതോ റോഡ് മുഖാന്തരമാണോ ബംഗളൂരുവിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നലെ തന്നെ ബംഗളൂരു പോലീസ് അറിയിച്ചിരുന്നത് ഈ തമിഴ്നാട്ടിലെത്തി പിന്നീട് ശശികലയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ചില ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് എന്നാണ് തമിഴ്നാട് DGPയും മറ്റും അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കങ്ങളിലേക്ക് കടക്കുന്നില്ല. പകരം കീഴടങ്ങുന്ന ശശികല തന്നെ തയ്യാറാകട്ടെ എന്നൊരു നിലപാടാണ്
തീരുമാനമാണ് ബംഗളൂരു പോലീസും എടുത്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റോഡ് മുഖാന്തരം തന്നെ ശശികല എത്തിയേക്കുമെന്ന സൂചനകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ നേതാക്കൾ അനുഗമിക്കുന്നു. വലിയൊരു വാഹന വ്യൂഹവുമായി തന്നെ ഈ കോടതിയിലേക്ക് എത്താനാണ് സാധ്യത. കഴിഞ്ഞ തവണ റിസോർട്ടിലേക്കും മറ്റും MLA-മാരുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയപ്പോൾ വിവിധ നേതാക്കൾ, മുതിർന്ന നേതാക്കളൊക്കെ 20 SUV-കളിലായി അനുഗമിച്ചാണ് ഈ റിസോർട്ടിലേക്ക് എത്തുകയും ചെയ്തത്. അത്തരമൊരു സമാനമായ രംഗം ഇത്തവണയും കോടതിയിലേക്ക് പോകുമ്പോഴും ഉണ്ടാകാനാണ് സാധ്യതകളുള്ളത്. പരമാവധി സമയം നീട്ടി നൽകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് ശശികല പരിശോധിക്കുന്നത്. ഇതിനായാണ് ബംഗളൂരു കോടതിയിലേക്ക് വലിയ സുരക്ഷയാണോ തമിഴ്നാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്? ഒരുപക്ഷെ വലിയ രീതിയിലേക്ക് ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെ രീതിയിലാകും തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ? പോയിസ് ഗാർഡനിലും മറ്റും വലിയ പോലീസ് സന്നാഹത്തെ ഒന്നും വിന്യസിച്ചിട്ടില്ല. ഈ പോലീസുകാരും കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ തവണ ഈ ജയലളിതയും മറ്റും ജയിലിൽ പ്രവേശിക്കുന്ന സമയത്ത് അന്ന് പാരപ്പാന അഗ്രഹാര ജയിലിൽ തന്നെ ഒരു പ്രത്യേക കോടതി റൂം സജ്ജീകരിക്കുകയും ഇതിനുശേഷം അവരെ അവിടെ ഹാജരാക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തരമൊരു സുരക്ഷാ പ്രശ്നങ്ങൾ ഈ ശശികലയെ ഹാജരാക്കുമ്പോൾ ഇല്ല എന്നാണ് ബംഗളൂരു പോലീസ് വിലയിരുത്തുന്നത്. ഇതുകൊണ്ട് പാരപ്പാന അഗ്രഹാര ജയിലിൽ ഒരു പ്രത്യേക കോടതി മുറിയൊന്നും അല്ല സ്ഥാപിച്ചിരിക്കുന്നത്. പകരം ഈ സിവിൽ കോർട്ടിൽ 28-ാം നമ്പർ മുറിയിൽ ജസ്റ്റിസ് അശ്വിൻ നാരായണന്റെ മുന്നിൽ സ്വാഭാവികമായി ഹാജരാക്കുക എന്നൊരു നടപടിക്രമം മാത്രമാണ് ബംഗളൂരു പോലീസ് നടപ്പാക്കിയിരിക്കുന്നത്. ഈ കോടതിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹത്തെ ഒന്നും വിന്യസിച്ചിട്ടില്ല. എല്ലാം സാധാരണഗതിയിൽ തന്നെയാണ് ബംഗളൂരു കോടതിക്ക് മുന്നിലും അതോടൊപ്പം ഈ പോയിസ് ഗാർഡന് മുന്നിലുമൊക്കെ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇനി തുടർ നീക്കങ്ങളിൽ ഒരു വ്യക്തത, എങ്ങനെ വിമാനമാർഗമാണോ റോഡ് മാർഗമാണോ എന്നത് സംബന്ധിച്ചും ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. പാർട്ടി നേതാക്കൾ ഇതിൽ ഒരു ഉറപ്പിക്കൽ ഇതുവരെ നടത്തിയിട്ടുമില്ല. അതിനാൽ ഇതിലൊരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാകും പോലീസിന്റെ നിലപാട്. കൂടുതൽ നേതാക്കൾ, മുതിർന്ന അണ്ണാ-DMKയുടെ നേതാക്കളെല്ലാം ഈ ശശികലയെ അനുഗമിക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഇപ്പോഴത്തെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ അടക്കമുള്ളവർ രാവിലെ തന്നെ ബംഗളൂരുവിലെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിയമവിദഗ്ധർ കൂടി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പാരപ്പാന അഗ്രഹാര ജയിലിലേക്ക് തന്നെ ശശികലയെ മാറ്റുകയും ചെയ്യും. അതേസമയം വളരെ നിർണായകമായ നീക്കങ്ങൾ ശശികല നടത്തുകയും ചെയ്തു. നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് അടുത്ത അനുയായി എടപ്പാളി കെ പളനിസ്വാമിയെ കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സഹോദരി പുത്രൻ കൂടിയായ TTV ദിനകരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ നീക്കം. നേരത്തെ ജയലളിത പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവാണ് TTV ദിനകരൻ. ഈ ജയലളിതയുടെ സഹോദരി പുത്രൻ വലിയ ഇടപാടുകൾ, ഈ ജയലളിതയുടെ പേരും മറ്റും മുൻനിർത്തിക്കൊണ്ട് പല ഇടപാടുകൾ നടത്തിയതിന്റെ പേരിലായിരുന്നു അന്ന് പാർട്ടിയിൽ നിന്ന് ജയലളിത പുറത്താക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് TTV ദിനകരനെ വളരെ അടുത്ത അനുയായിയെ കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഏറ്റവും അടുത്ത അനുയായി, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്റെ കുടുംബത്തിലെ ഒരു അംഗം. ഇത്തരമൊരു നീക്കങ്ങളാണ് ശശികല നടത്തിയിരിക്കുന്നത്. നേരത്തെ പനീർസെൽവത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തി ജയിലിലിരുന്ന് ജയലളിത ഭരണം നിയന്ത്രിച്ചതുപോലെ സമാനമായ ഒരു സാഹചര്യമാണ് ശശികലയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത്തരമൊരു നീക്കങ്ങളിലേക്ക് നടക്കാൻ ഗവർണർ അനുമതി നൽകുമോ എന്നാണ് അറിയേണ്ടത്. നിയമസഭാ കക്ഷി നേതൃസ്ഥാനവും 123 MLA-മാരുടെ ഭൂരിപക്ഷവും അവകാശപ്പെടുന്ന എടപ്പാളി കെ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനോ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാനോ ഗവർണർ ക്ഷണിക്കുമോ എന്ന് സമയങ്ങൾക്കകം അറിയാൻ സാധിക്കും. ഇതിനുശേഷം തമിഴ് രാഷ്ട്രീയം ശശികലയുടെ കടിഞ്ഞാണിൽ മുന്നോട്ട് പോകുമോ അതോ പനീർസെൽവത്തിന്റെ നേതൃത്വത്തിലാകുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. അജിം ഷാ, തീർച്ചയായും ആ നില എങ്ങനെയാണ് മനു? ഒരുപക്ഷെ പളനിസ്വാമിക്ക് ഉള്ള പിന്തുണ MLA-മാരുടെ 128 MLA-മാരുടെ പിന്തുണയുടെ ഒപ്പ് ഗവർണർക്ക് കൈമാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരുപാട് MLA-മാർ ശശികല പക്ഷത്ത് നിന്ന് പനീർസെൽവത്ത് പക്ഷത്തേക്ക് മാറിയതായി അഭ്യൂഹമുണ്ട്. ഇതേ സംബന്ധിച്ചൊരു കൃത്യമായ നിലപാടെത്തുക ഗവർണറുടെ ഒരു കട്ട് ആൻഡ് റൈഡ് തീരുമാനത്തിലാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം? കീഴടങ്ങൽ ഗവർണറുടെ തീർച്ചയായും ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തുകയാണ്. കീഴടങ്ങൽ കൂടുതൽ സമയം വേണമെന്നുള്ള ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീം കോടതി എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയുണ്ട് കൈമാറാൻ. മനു,
തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസമാണ് ശശികലയുടെ സുപ്രീം കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരമൊരു ഹർജി സുപ്രീം കോടതിയിൽ നൽകാൻ അഭിഭാഷകർ തീരുമാനിച്ചിരുന്നത്. വലിയ രീതിയിൽ പ്രമുഖ നിയമവിദഗ്ധരുമൊക്കെയായി ശശികലയുടെ അടുത്ത നിയമവൃത്തങ്ങൾ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് സമയം നീട്ടി നൽകണം, ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, ഇതിനാൽ സമയം നീട്ടി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ഈ സുപ്രീം കോടതി തന്നെ വിധിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ എത്രയും വേഗം കീഴടങ്ങാൻ, വിധിന്യായം കിട്ടി ഉടനടി തന്നെ കോടതി മുമ്പാകെ കീഴടങ്ങണം എന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം, സമയത്തിൽ ദൈർഘ്യം സുപ്രീം കോടതി നൽകണമെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും ഒരു കാരണങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്തെങ്കിലോ ചൂണ്ടിക്കാട്ടേണ്ടിയിരുന്നു. പക്ഷേ ഇത്തരമൊരു നീക്കങ്ങളല്ല അഭിഭാഷകർ നടത്തിയത്. പകരം ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത് ഇതിനൊക്കെ തടസ്സമാകും, ദയവ് ചെയ്ത് 4 ആഴ്ച സമയം കൂടി നൽകണം എന്നാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി സുപ്രീം കോടതി തീർച്ചയായും അതിന്റെ വിവരങ്ങളുമായി, സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. മനു, നിലനിൽക്കൂ. സന്തോഷ്, ഒരുപക്ഷെ ശശികലയുടെ ഏറ്റവും പുതിയ നിയമ നീക്കം കൂടിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്താണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ് കീഴടങ്ങാൻ സാവകാശം വേണം, കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശശികല സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ശശികലയുടെ ഈ അപേക്ഷ സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായി കനത്ത തിരിച്ചടികളാണ് ശശികലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശശികല അടിയന്തരമായി തന്നെ കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്നലെ കോടതിയുടെ ഉത്തരവ് ശശികല കുറ്റക്കാരിയാണെന്നും അടിയന്തരമായി കീഴടങ്ങണമെന്നും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ സാവകാശം അനുവദിക്കണമെന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശശികല സുപ്രീം കോടതിയിൽ സമയം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അപേക്ഷ തള്ളിക്കൊണ്ട് ഉടൻ തന്നെ ഹാജരാക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അജിംഷാ, തീർച്ചയായും വലിയ തിരിച്ചടി ഒരു പക്ഷേ ശശികലയ്ക്ക് ഉണ്ടായിരിക്കുന്നു. കീഴടങ്ങാൻ കൂടുതൽ സമയം ചോദിച്ചുകൊണ്ടുള്ള ഹർജി, കൂടുതൽ സമയം വേണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങൾ കൂടിയാണ് സന്തോഷം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മനു, ഈ രീതിയിലുള്ള ഏറ്റവും പുതിയ തിരിച്ചടി, അല്ലെങ്കിൽ ഒരുപക്ഷെ ശക്തമായ തിരിച്ചടി ശശികലയ്ക്ക് ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ പുറപ്പെടും ശശികല. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? റോഡ് മാർഗമായിരിക്കുമോ? ഇതേ സംബന്ധിച്ചൊക്കെയുള്ള സ്ഥിരീകരണം ആവശ്യമാണ്. തീർച്ചയായും അവസാന മാർഗം കൂടി അടഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു സമയദൈർഘ്യം നൽകിക്കൊണ്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് ശശികല പക്ഷവും അഭിഭാഷകരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം കോടതി മുമ്പാകെ കീഴടങ്ങുക എന്നൊരു മാർഗം മാത്രമേ ശശികലയ്ക്ക് മുന്നിലുള്ളൂ. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ബംഗളൂരു പ്രത്യേക കോടതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സിവിൽ കോടതിയിലെ 28-ാം നമ്പർ മുറിയിൽ ശശികലയെ എത്തിക്കാനും പിന്നീട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പരപ്പാന അഗ്രഹാര ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വരുന്നു എന്നാണ് ജയിൽ അധികൃതരും നൽകിയിട്ടുള്ള വിവരം. ഈ വിധിപ്പകർപ്പിന്റെ കോപ്പികൾ ജയിൽ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം മറ്റു കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർക്കും നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ സ്വാഭാവികമായും എത്രയും വേഗം കോടതി മുമ്പാകെ എത്തുക, ഇതിനുശേഷം നിയമ നടപടികൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് ജസ്റ്റിസ് അശ്വിൻ നാരായണൻ മുമ്പാകെ ഹാജരാക്കിയ ശേഷം പാരപ്പാന അഗ്രഹാര ജയിലിലേക്ക് മാറ്റുക എന്നൊരു നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ജയലളിതയും ശശികലയും 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ചിരുന്ന അതേ ജയിലിൽ ബാക്കിയുള്ള 3.5 വർഷ തടവ് കൂടി അനുഭവിക്കാൻ ശശികല വീണ്ടും പാരപ്പാന അഗ്രഹാര ജയിലിലേക്ക് വീണ്ടും ശശികലയെ പാർപ്പിക്കുകയാണ്. ഇനി ശ്രദ്ധേയമായൊരു നീക്കം, ഇനി ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം അടുത്ത അനുയായിയെ കൊണ്ട് ഭരണം നിലനിർത്താൻ ശശികലയ്ക്ക് സാധിക്കുമോ എന്നതാണ്. ഇക്കാര്യത്തിലാണ് ഗവർണർ ഇനി ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. നേരത്തെ ഈ സുപ്രീം കോടതി വിധി വരുന്നതും അതോടൊപ്പം ശശികല വീണ്ടും 6 മാസം മത്സരിച്ച് MLA ആയി വരാനുള്ള സാധ്യതകൾ കുറവെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശശികല സമാനമായ രീതിയിൽ MLA-മാരുടെ ഒപ്പടങ്ങിയ സമ്മതപത്രം നൽകിയപ്പോൾ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് സമയം നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഇത്തരമൊരു ന്യായീകരണം ഇനി ഗവർണർക്ക് മുന്നോട്ട് വയ്ക്കാനാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ എടപ്പാൾ കെ പളനിസ്വാമി മുന്നോട്ട് വച്ചിട്ടുള്ള 123 MLA-മാരുടെ സമ്മതപത്രം അംഗീകരിച്ചുകൊണ്ട് ഒന്നല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക, പിന്നീട് വിശ്വാസ വോട്ടെടുപ്പിന് ക്ഷണിക്കുക, അല്ലെങ്കിൽ പനീർസെൽവത്തെ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകിക്കൊണ്ട് ക്ഷണിക്കുക. ഇത്തരമുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം ഗവർണർക്ക് സ്വീകരിച്ചേ മതിയാകും.
മതിയാകൂ. അത് എത്രയും വൈകുന്നോ അത്രയും പനീർസെൽവത്തിന് അനുകൂലമാകും രാഷ്ട്രീയ സാഹചര്യം എന്ന് വ്യക്തമാണ്. ഓരോ MLA-മാരും ഓരോ മണിക്കൂർ കഴിയും തോറും പനീർസെൽവത്തിന്റെ പക്ഷത്തേക്ക് ചാഞ്ചാടാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത്. ഇത്തരമൊരു നിർദ്ദേശമാണ് ഗവർണർക്ക് നൽകുകയും ചെയ്തിരുന്നത്. ഗവർണർ ഓരോ മണിക്കൂർ തീരുമാനം വൈകിക്കും തോറും രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് ആകുമെന്ന് പനീർസെൽവവും വിചാരിക്കുന്നു. കുറഞ്ഞത് 117 MLA-മാരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. ഈ ഒരു 18 MLA-മാരെയെങ്കിലും ഈ ശശികല പക്ഷത്തുള്ള 18 MLA-മാരെയെങ്കിലും തനിക്കൊപ്പം എത്തിക്കാനായാൽ പനീർസെൽവത്തിന് മറ്റു പാർട്ടികളുടെ DMK-യുടെ 89 MLA-മാരുടെയും ലീഗിന്റെ ഒരു MLA-യുടെയും അതോടൊപ്പം കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ 8 MLA-മാരുടെയും പിന്തുണയോടുകൂടി സുഗമമായി 117 കുറഞ്ഞ ഭൂരിപക്ഷം എന്നത് പനീർസെൽവത്തിന് മറികടക്കാൻ സാധിക്കും. അത്തരമൊരു ലക്ഷ്യമാണ് പനീർസെൽവം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. 63 MLA-മാരെങ്കിലും പനീർസെൽവത്തെ പിന്തുണയ്ക്കാൻ മനസ്സുകൊണ്ടെങ്കിലും തയ്യാറാണ് എന്നാണ് അണ്ണാ DMK വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. പക്ഷേ ഈ MLA-മാരെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ മറ്റു നേതാക്കൾ ആരുമായി ചർച്ചയ്ക്ക് ഒരു അവസരം ഒരുക്കാനോ ശശികല തയ്യാറാകുന്നില്ല. ഗുണ്ടാ വിന്യാസമാണ് റിസോർട്ടിന് ചുറ്റിലുമുള്ളത് എന്നാണ് പനീർസെൽവത്തിന്റെ അടുത്ത നേതാക്കളൊക്കെ ആരോപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം 3 ദൂതന്മാരെ രാജ്യസഭ MP V മൈത്രേയൻ, അതോടൊപ്പം വക്താവ് പൊന്നയ്യൻ, മന്ത്രി പാണ്ഡ്യരാജൻ എന്നീ 3 ദൂതന്മാരെ റിസോർട്ടിലേക്ക് MLA-മാരുമായുള്ള ചർച്ചയ്ക്കായി അയച്ചിരുന്നു. പക്ഷേ റിസോർട്ടിന് മുന്നിൽ വെച്ച് ശശികല അനുകൂല നേതാക്കൾ വലിയ പ്രതിഷേധമുയർത്തുകയും ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഇവരെ കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കാതിരിക്കുകയാണ് ചെയ്തത്. പനീർസെൽവത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പനീർസെൽവത്തിന്റെ കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ വിവരങ്ങൾ നൽകി വന്നത്. ശശികലയുടെ ഏറ്റവും ഒടുവിലത്തെ നീക്കവും പൊളിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ്. ഒപ്പം തമിഴ്നാട്ടിൽ ഏറെക്കുറെ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ശശികല ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം പുറപ്പെടും എന്ന വിവരവുമുണ്ട്. ഇതേ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് മനുഷ്യൻ.